ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് മസാലയൊക്കെ കുറച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി ചാർക്കോൾ ചിക്കനാണ്. നമ്മുടെ കുറേ ഫോളോവേഴ്സ് റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ച് ഹെൽത്തി ഓപ്ഷനായിട്ടാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ലൂസിന് ഡയറ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ലോ കാർബ്സ് ഫുഡ് നോക്കുന്നവരും ഒക്കെ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മുടെ ചാർക്കോൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടല്ലോ, ഏറ്റവും വെയിറ്റ് കുറഞ്ഞൊരു ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ബട്ടർഫ്ലൈ പോലെ ഫ്ലാറ്റാക്കി കട്ട് ചെയ്തെടുക്കാതെ. ഇനി മറ്റൊരു പാത്രത്തിൽ ഒരു 2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം, 1 കപ്പ് വിനെഗർ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒരു ബ്രൈൻ സൊല്യൂഷൻ ഉണ്ടാക്കി നമ്മുടെ ഈ ഫ്ലാറ്റായിട്ടുള്ള ചിക്കൻ അതിൽ ഒരു മിനിമം 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് നല്ലപോലെ ചിക്കൻ സോഫ്റ്റ് ആകാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ചിക്കന് വേണ്ടി ഇനിയൊരു മാരിനേഷൻ തയ്യാറാക്കാം. അതിനായി മല്ലിയില, പുതിനയില, കറിവേപ്പില, 4 നാരങ്ങയുടെ നീര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, തൈര്, ഒരു റെഡ് ഓണിയൻ്റെ പകുതി, കുറച്ച് ചാറ്റ് മസാല, ബ്ലാക്ക് പെപ്പർ, കുറച്ച് വലിയ ജീരകം, ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി അരമണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ വെളിയിലെടുത്ത് ഒരു പേപ്പർ ടവൽ കൊണ്ട് നന്നായി ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല വെച്ച് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ കൂടി ഫ്രിഡ്ജിൽ വെക്കാവേ. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഇതുപോലൊരു ഗ്രിൽ ബാസ്ക്കറ്റിൽ വെച്ച് ടൈറ്റ് ചെയ്ത് നമുക്കൊരു ചാർക്കോൾ ഗ്രില്ലിൽ വെച്ച് 2 ഭാഗവും നന്നായി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ഗ്രില്ലില്ലാത്തവർ ഒരു പാനിൽ നമുക്കിത് ചെയ്തെടുക്കാവേ. അല്ലെങ്കിൽ നമുക്ക് എയർ ഫ്രയറോ ഒരു സാധാരണ ഓവനോ ഉപയോഗിച്ച് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം 2 സൈഡും തിരിച്ചിട്ട് കൊടുത്ത് ബട്ടറോ ഒലിവ് ഓയിലോ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറാണ് വേണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. നമ്മുടെ ഈ ചിക്കൻ റെഡിയാകുന്ന സമയത്ത് നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ സലാഡ് ഉണ്ടാക്കിയെടുക്കാവേ. അതിനായിട്ട് കുറച്ച് ഐസ്ബർഗ് ലെറ്റ്യൂസ്, കുറച്ച് ഗ്രീൻ ആപ്പിൾ, കുറച്ച് റെഡ് ഓണിയൻ, കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് ബ്ലാക്ക് പെപ്പർ, ഒലിവ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ റെഡി ആകുമ്പോൾ നമുക്ക് എടുക്കാവേ. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ 2 സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കൻ്റെ ലെഗ് പീസൊക്കെ നന്നായിട്ട് കുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു 25-30 മിനിറ്റ് വേണ്ടി വരുവേ. ചിക്കൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും ഇത്. ഇനി നമുക്ക് ഒരു പ്ലാറ്ററിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സലാഡും, കുറച്ച് ഗാർലിക് സോസും, കുറച്ച് പിക്കിൾഡ് വെജിറ്റബിളും, കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് നമുക്ക് ഈ ചിക്കൻ കഴിക്കാം കേട്ടോ. ഇത് അടിപൊളി സോഫ്റ്റായിട്ടുള്ള ചിക്കനായിരുന്നു. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണല്ലോ. നമ്മൾ ഈ മസാലയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ചിക്കനേക്കാളും ഒത്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.